പ്രവാസ ലോകത്തിലേക്ക് സ്വാഗതം. പ്രവാസികളുടെ സിവിൽ ID ഉപയോഗിച്ച് വ്യാജ പ്രീപെയ്ഡ് കണക്ഷനും മൊബൈൽ ഫോണും ഇന്റർനെറ്റ് ലൈനും അവരറിയാതെ എടുക്കുന്ന തട്ടിപ്പ് അനുദിനം വർദ്ധിച്ചു വരികയാണ്. അവധിക്ക് പോകാൻ എയർപോർട്ടിൽ എത്തുമ്പോഴാണ് പലരും സ്വന്തം പേരിൽ ടെലികോം കമ്പനിയിൽ ഭീമമായ തുക ബാക്കി നിൽക്കുന്നത് കാരണം യാത്രാ നിരോധനം ഉണ്ടെന്നറിയുന്നത്. നിയമപരമായി ഇതെങ്ങനെ നേരിടണം എന്ന അജ്ഞതയും പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെട്ട് യാത്രാ വിലക്ക് മാറ്റണമെന്ന ആഗ്രഹവും ഏതു വിധേനയും പണം സ്വരൂപിച്ച് അടയ്ക്കുന്നതിന് ഇവരെ പ്രേരിപ്പിക്കുന്നു. ധാരാളം ഇന്ത്യക്കാർ, പ്രത്യേകിച്ച് മലയാളികൾ, ഇത്തരം തട്ടിപ്പിന് ഇരയാകുന്ന സാഹചര്യത്തിൽ അധികൃതരും സന്നദ്ധ സംഘടനകളും രംഗത്തിറങ്ങി ചതിക്കപ്പെടുന്ന പ്രവാസികൾക്ക് സഹായവും സംരക്ഷണവും നൽകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന ഓർമ്മപ്പെടുത്തലോടെ ഇന്നത്തെ പ്രവാസ ലോകത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. സൗദിയിലെ പൊതുമാപ്പ് പ്രയോജനപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഇന്ത്യക്കാർക്ക് എമർജൻസി സർട്ടിഫിക്കറ്റും എയർ ഇന്ത്യ നിരക്കിൽ ഇളവും മറ്റു സഹായങ്ങളും നൽകുമെന്ന് സുഷമ സ്വരാജ്. പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തി നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് ആവശ്യമായ എല്ലാ സഹായവും നൽകാൻ ഇന്ത്യൻ എംബസിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ MP അറിയിച്ചു. മടങ്ങിവരുന്നവർക്ക് പുനരധിവാസ നടപടികൾ ഏർപ്പെടുത്തേണ്ടത് സംസ്ഥാന സർക്കാരുകളാണെന്നും ഇക്കാര്യത്തിൽ കേന്ദ്രം സഹായിക്കാൻ തയ്യാറാണെന്നും സുഷമ സ്വരാജ് വ്യക്തമാക്കി. UAEയിൽ വിദേശികളുടെ ഡ്രൈവിംഗ് ലൈസൻസ് കാലാവധി 5 വർഷമാക്കാൻ നിർദ്ദേശം. പുതുതായി ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നവർക്ക് ആദ്യം 2 വർഷം കാലാവധിയുള്ള ലൈസൻസ് ആയിരിക്കും നൽകുകയെന്നും അധികൃതർ അറിയിച്ചു. പുതിയ ഫെഡറൽ ട്രാഫിക് നിയമ ഭേദഗതിയിലാണ് ഇത് സംബന്ധിച്ചുള്ള വിശദീകരണമുള്ളത്. 10 വർഷം കാലാവധിയുള്ള ഡ്രൈവിംഗ് ലൈസൻസാണ് ടെസ്റ്റിൽ വിജയിക്കുന്നവർക്ക് ഇതുവരെ നൽകിയിരുന്നത്. ജൂലൈ മുതൽ കന്നി ലൈസൻസുകളുടെ കാലാവധി 2 വർഷമായിരിക്കും. വിദേശികൾ നിലവിലുള്ള ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുമ്പോൾ 5 വർഷത്തേക്കാണ് നൽകുക. പന്ത്രണ്ട് വർഷം മുമ്പ് വിനീതയെ വിവാഹം ചെയ്ത നെയ്യാറ്റിൻകര സ്വദേശി ബിജു കുടുംബ പ്രശ്നങ്ങൾ കാരണം ഗൾഫിലേക്ക് പോയതാണ്. ഇതുവരെയും ഒരു ലീവിന് വന്നെങ്കിലും വിനീതയെ കാണാനോ പ്രശ്നങ്ങൾ തീർക്കാനോ അദ്ദേഹം ഒരുമ്പിട്ടില്ല. ഇപ്പോൾ വിനീത വിവാഹമോചനത്തിന് തയ്യാറാണ്. കോടതി ഉത്തരവുണ്ടായിട്ട് പോലും ഈ പ്രശ്നങ്ങൾ തീർക്കാൻ അല്ലെങ്കിൽ ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ ബിജു തയ്യാറല്ല. ഈ ചോദ്യങ്ങൾക്കുള്ള ബിജുവിന്റെ ഉത്തരത്തിനാണ് ഇന്ന് പ്രവാസലോകം കാത്തിരിക്കുന്നത്. വിനീതയും അവരുടെ മാതാപിതാക്കളും ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് വേണ്ടി സംസാരിക്കാം. എത്ര കൊല്ലം വിവാഹം കഴിഞ്ഞിട്ട്? 12 വർഷം. 12 വർഷം. മക്കളുണ്ടോ? ബിജു എന്ത് ജോലിക്കാരനാ? കോൺക്രീറ്റ് വർക്ക്. ഈ നാട്ടിൽ വരാറുണ്ട്? ഒരു പ്രാവശ്യം വന്നിട്ടുള്ളൂ. അവിടെ നമ്മളിവിടെ വന്നിട്ടില്ല. അവരെ വീട്ടിൽ 12 വർഷമായിട്ട് വിവാഹം കഴിച്ചിട്ട് വന്നിട്ടേ ഇല്ല. 1.25 വർഷമായപ്പം കൊണ്ട് അതുവരെ മലപ്പുറത്തായിരുന്നു. വിവാഹം കഴിഞ്ഞ് മലപ്പുറത്ത് പോകണമെന്ന് പറഞ്ഞ് പോകും. പക്ഷെ അവിടെ അല്ല പോണത്. വേറൊരു മാമി എന്നാണ് പറയണത്. അവരെ വീട്ടിലായിരുന്നു. അവിടെ നിന്നാണ് കല്യാണം കഴിഞ്ഞ് അങ്ങ് പോയതിന് ശേഷം മാമിയോട് അങ്ങ് പോകും. അങ്ങനെ അവർ വന്നിട്ട് 1.25 വർഷം അവനിടയ്ക്ക് വളരെ പ്രശ്നങ്ങളൊക്കെ ആയി വളരെയധികം ഉപദ്രവിക്കുമായിരുന്നു. പക്ഷേ എനിക്കിങ്ങനെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതിൽ ഒന്നിനും പറ്റാതായി. ചെന്ന് നോക്കാനോ എടുക്കാനോ പോകില്ല. അച്ഛന് സുഖമില്ല. അങ്ങനെ 2 മാസം കഴിഞ്ഞ് ഓപ്പറേഷൻ കഴിഞ്ഞ് 3 മാസമായപ്പം വീട്ടിൽ പോയപ്പം എൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ല, ഒരു വകയും പറഞ്ഞില്ല. അങ്ങനെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അങ്ങനെ ഞാൻ പോയി. പിന്നെ അവൻ നമ്മളെ വീട്ടിലങ്ങ് വരിയിലങ്ങ് കൊണ്ടുവരില്ല, ഒന്നും ചെയ്യില്ല. അങ്ങനെ ഇരുന്ന് ഞാൻ ചെന്നപ്പോഴും പറഞ്ഞു, അമ്മ ഇങ്ങനെ വളരെ ബുദ്ധിമുട്ടാണ് വീട്ടിലെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്ന് പേർഷ്യ പോയി. ഒരിക്കൽ പോയിട്ട് ഒമാനിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴും അവിടെ നിന്ന് അറബി അടിച്ചാണ് വിട്ടത്. പോയ അറബിയിൽ നിന്ന് വേറൊരു അറബിയിൽ കൂടെ പോയി ഈ ബിജു എന്ന് പറഞ്ഞാൽ അങ്ങനെ പോയിട്ട് നാട്ടിൽ വന്നിട്ട് പറഞ്ഞ് ഇവിടെ വന്നപ്പോൾ ഇവൻ മലപ്പുറത്ത് നേരെ പോയി. അവൻ്റെ കൂടെ പോയ വ്യക്തി അവൻ്റെ കുടുംബത്തിൽ വന്നു. പക്ഷെ നമ്മളവിടെ നിന്ന് പോയ അവിടെ വന്നിട്ടില്ല. മലപ്പുറത്ത് പോയപ്പോൾ ഇവൾ പറഞ്ഞ, ചേട്ടാ ഇനി വരി, കടമെങ്കിലും നമുക്ക് കുഴപ്പമില്ല, ഉരുപ്പടിയെല്ലാം നഷ്ടപ്പെടുത്തി. വേഗം കഴിഞ്ഞ് പോയ പിറ്റേന്ന് തന്നെ ഉരുപ്പടി ആതാണ്ട് തീർത്ത്. ഇദ്ദേഹം കല്യാണം കഴിച്ചു.
ഇപ്പൊ 16 വർഷമായി. 12 വർഷമായി. ഈ 12 വർഷത്തിനിടയ്ക്ക് 1.5 വർഷമാണ് ഇവരെ കൂടെ താമസിച്ചിട്ടുള്ളൂ. 1.25 വർഷമുള്ളൂ. ഈ 1.25 വർഷം തന്നെ ഇവരെ കൂടെ നിന്നിട്ടില്ല. മലപ്പുറത്ത് ഇവരായിട്ട് ബന്ധങ്ങൾ ഉണ്ടായിട്ടില്ല. ശരിയല്ലേ? അപ്പൊ അയാള് മലപ്പുറത്ത് പോകുന്ന ആരെ വീട്ടിലേക്കാ? മാമിയുടെ മലപ്പുറത്ത് ജോലിക്ക് പോകണത്. ഇടയ്ക്കിടയ്ക്ക് വീട്ടിലുണ്ട്. ഇടയ്ക്ക് ഈ മലപ്പുറത്താണ് കല്യാണത്തിന് മുമ്പ് നിന്നത്. അപ്പം എന്റെ ഭർത്താവിന്റെ മാമി എന്ന് പറയുന്ന ഒരാളുണ്ട്, ലീല എന്ന് പറയുന്നത്. ലീല എന്റെ ഭർത്താവിന്റെ മാമി എന്നാ പറയുന്നത്. എനിക്കറിയില്ല. അവരിവിടെ ഞങ്ങൾ പുളിയിറക്കണം, അതിന്റെ കുറച്ചടുത്ത് പുളിമൂട് എന്ന് പറയുന്ന സ്ഥലമാണ്. അവരുടെ സ്വന്തം നാടൊക്കെ ചെമ്പൂരാണ്. അപ്പോൾ ഭർത്താവായിട്ട് അവരുടെ മാമിയാണെന്നാണ് പറഞ്ഞ് എന്നെ വന്ന് കല്യാണം ആലോചിച്ചതും കല്യാണമൊക്കെ നടത്തിയത് ഈ മാമിയാണ്. അപ്പൊ കല്യാണം കഴിഞ്ഞ് ഭർത്താവിന് ആരൊക്കെ ഉണ്ട്? ഭർത്താവിന് ആരൊക്കെ ഉണ്ട്? അമ്മയുണ്ടായിരുന്നു. അമ്മയുണ്ട്, 5 സഹോദരങ്ങൾ. ഇത് എന്റെ ഭർത്താവ് 4ാമത്തെ ആളാണ്. അപ്പൊ ഈ സഹോദരങ്ങളൊന്നും ഈ വിവാഹത്തിൽ പങ്കെടുത്തായിരുന്നു. കല്യാണത്തിന് പങ്കെടുത്തെങ്കിലും അനിയൻ പങ്കെടുത്തിട്ടില്ല. അനിയൻ ഇതുപോലെ ഒരു കുട്ടിയെ കല്യാണം കഴിച്ചിട്ട് അത് ഡൈവേഴ്സായി. അത് അയാൾ പങ്കെടുത്തിട്ടില്ല. അപ്പൊ ഞങ്ങൾ മാമിയെ അവര് അപ്പോഴൊക്കെ കല്യാണത്തിനൊക്കെ കൂടിയെങ്കിലും കല്യാണം കഴിഞ്ഞ പറഞ്ഞത് അവരെ ബന്ധം സ്വന്തമല്ല. അതെന്റെ ഭർത്താവിന്റെ അമ്മയാണ് പറഞ്ഞത്. എനിക്കറിയില്ല. അവ ഇവിടുന്ന് 16-20 വയസ്സിൽ എന്റെ ഭർത്താവ് നാട് വിട്ട് പോയെന്ന്. ആ സമയത്ത് വരുന്ന സമയത്ത് ഇവരെ കൊണ്ടുവരണമെന്നാണ് പറയുന്നത്. അല്ലാതെ എനിക്ക് കല്യാണം കഴിഞ്ഞ് പോയപ്പോൾ ഈ വിവരങ്ങളെല്ലാം അറിഞ്ഞത്. അതുകൊണ്ട് അവർ സ്വന്തം മാമിയെ ആരെന്നല്ല, എൻ്റെ ഭർത്താവിന് ബിജുവിൻ്റെ പപ്പയ്ക്ക് ഇങ്ങനെ ഒരു സഹോദരി ഇല്ല എന്നാണ് അവർ പറയുന്നത്. അപ്പം അങ്ങനെ വന്ന് വിവാഹമൊക്കെ നടത്തി. അപ്പം അവർക്ക് മാമിക്ക് കല്യാണം കഴിഞ്ഞ് 2 മക്കളുണ്ടായിരുന്നു. ഭർത്താവ് തൂങ്ങി മരിച്ചു, കുടുംബ പ്രശ്നത്താൽ. പിന്നെ ഒരു മകനും മരിച്ചു. ഇപ്പോൾ ഒരു മകനുണ്ട്. അവരായിട്ട് ഒരുമിച്ചാണ് താമസിക്കുന്നത്. മാമി കല്യാണം കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കൂടെ താമസിക്കും. ഇടയ്ക്കിടയ്ക്ക് മാമിയുടെ വീട്ടിൽ പോകും. എൻ്റെ അടുത്ത് വിളിച്ച് പറയുന്നത് നൈറ്റ് പണിക്ക് പോകണം, വരത്തില്ല എന്ന് വിളിച്ചു പറയും. പക്ഷേ എൻ്റെ സഹോദരൻ അവരെ വീട്ടിൻ്റെ ഒക്കെ അടുത്ത് കുറച്ച് ഇപ്പം ബഹ്റി പോയിട്ട് എന്നെ ഉപേക്ഷിച്ചിട്ട് 10 വർഷമായി. ഒരു 9-8 വർഷം വരെ ആകും പോയിട്ട്. ഇപ്പോൾ കോടതിയിൽ നിലവിൽ നമ്മൾ കേസൊക്കെ കൊടുത്തു. കേസിൽ എൻ്റെ ഭർത്താവിന് എസ്പാർട്ട് വിധിയായി. അപ്പോൾ സഹോദരിയുടെയും ഭർത്താവിൻ്റെ കൈവശമാണ് ആഭരണങ്ങളെല്ലാം പണയപ്പെടുത്താനായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ അവരുടെ പേരിലൊക്കെ കേസ് കൊടുത്തു. ഇപ്പോൾ കോടതിയിൽ ഇപ്പോൾ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മളതിന് തെളിവ് കൊടുക്കണമെന്ന്. കാരണം 10 സെൻറ്റ് സ്ഥലവും വീടും വിറ്റാണ് എൻ്റെ വിവാഹം നടത്തിയത്. അപ്പോൾ അതിൻ്റെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അച്ഛനും അമ്മയൊക്കെ അവിടെ നിന്ന് മാറി. ആ സമയത്ത് എല്ലാ ആഭരണ പെട്ടിയുടെ കൂടെ എല്ലാം വാങ്ങിച്ചതിൻ്റെ എല്ലാ തെളിവും ഉണ്ടായിരുന്നു. അല്ല, അത് ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ഭർത്താവ് നശിപ്പിച്ച് കളഞ്ഞു. ഇപ്പോൾ കോടതിയിൽ പറയുന്നത് ഇത്ര ആഭരണം കൊടുത്തിട്ടുണ്ടെങ്കിൽ തെളിവ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് ഒന്നും എടുത്ത് വെച്ചിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്നുള്ള ആവശ്യം എന്താ? ഇപ്പം എനിക്ക് ആവശ്യം കേസിനൊന്നും കോടതിയിൽ ഹാജരാവാത്തത് കൊണ്ട് ഒരു ഇതും നടക്കുന്നില്ല. അല്ല, നിങ്ങൾക്ക് വിധിയായില്ല? ഡൈവോഴ്സിന് വിധിയായില്ല? ഇല്ല, ഡിവോഴ്സിനൊന്നും ഇതായിട്ടില്ല. മറ്റേ എനിക്ക് തിരിച്ച് തരേണ്ട മുതലെല്ലാം തരണമെന്നുള്ള രീതിയിൽ എസ്പാർട്ടി വിധിയേ ആയിട്ടുള്ളൂ. കോടതി വിധി നിങ്ങൾക്ക് തരണം എന്നുള്ളതും ഡൈവോഴ്സ് തരണം എന്നുള്ളതാണല്ലോ. അതെ. പക്ഷെ ഇപ്പൊ സ്വർണ്ണങ്ങളൊന്നും എന്നിട്ട് ഇത് കഴിഞ്ഞ 2016 മാർച്ചിൽ ഒരു എഗ്രിമെന്റ് എഴുതി എനിക്ക് എല്ലാ സാധനങ്ങളും. നമുക്ക് കോടതി ഇടപെട്ട കാര്യങ്ങളിൽ നമുക്ക് ഇടപെടാനുള്ള ബുദ്ധി നമ്മളിത് ഇപ്പോൾ ബിജുവിനോടും പ്രവാസ ലോകത്തിനോടൊക്കെ പറഞ്ഞിട്ട് അവിടെയുള്ള ആളുകളോട് പറഞ്ഞിട്ട് എന്താ ചെയ്യാൻ പറ്റുക. ഓൾറെഡി നിങ്ങൾ ഡൈവോഴ്സ്ഡ് പോലായിട്ടുള്ള ഒരു കേസിൽ നമുക്ക് ഇനി ഇടപെടാനൊന്നുമില്ല. നമുക്ക് നല്ല വാക്ക് പറഞ്ഞ് പിരിഞ്ഞ ആളുകളിൽ നിങ്ങൾക്ക് തരാനുള്ള ബാധ്യതകൾ തരിക, ഡൈവോഴ്സ് കൊടുക്കുക എന്നുള്ളൊരു അഭ്യർത്ഥനയെ നമുക്ക് വെക്കാനുള്ളൂ. ക്രിമിനൽ കേസുണ്ട്, അതിൽ വാറണ്ടാണ്. അല്ല, അതൊക്കെ ഞാൻ പറയുന്നു, അതൊക്കെ നിങ്ങളിപ്പോൾ കോടതിയായിട്ട് തീരുമാനിക്കേണ്ട വിഷയമാണ്. ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളുടെ ഡൈവോഴ്സ് നിങ്ങൾ പിരിയാണെന്നാൽ പിരിഞ്ഞ നിലയ്ക്ക് അതിലെന്തെങ്കിലും ബാധ്യതകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിൽ പറഞ്ഞ് പിരിഞ്ഞിട്ടില്ല ഇതുവരെ കോടതിയിൽ നിന്ന്. അല്ല, നിങ്ങൾ നിങ്ങൾ മനസ്സുകൊണ്ട് പിരിഞ്ഞു പോലും. അല്ല, പ്രവാസ ലോകം പ്രവർത്തകരാണ് ബഹ്റൈനിലുള്ള ബിജു. തിരുവനന്തപുരം സ്വദേശിയാണ്. 12 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട്. മക്കളൊന്നുമില്ല. 10.5 വർഷമായിട്ട് അവരായിട്ട് യാതൊരു ബന്ധവുമില്ല. കോടതിയും മറ്റുമായിട്ട് കേസുകൾ നടന്നിട്ടുണ്ട്. അതിൻ്റെ പല ഘട്ടങ്ങളിലായിട്ട് നിൽക്കുന്നതാണ്. ബിജുവിനോട് എനിക്ക് പറയാനുള്ളത്, ബിജുവിന് താല്പര്യമില്ലാത്ത ഒരു കേസാണിതെന്ന് അത് ഒഴിവാക്കുക. അവരവരുടെ ജീവിതം നയിക്കട്ടെ, ബിജുവിൻ്റെ ജീവിതം നയിക്ക്. അവരിൽ നിന്ന് എന്തെങ്കിലും സ്വർണ്ണമൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കുക. അതിന് കോടതിയൊന്നും പറയണ്ട.
തെളിവ് വേണ്ട, മനസാക്ഷി മതി. ബിജു സത്യസന്ധമായിട്ട് അവരുടെ സ്വർണ്ണം എടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കുക, വൈരാഗ്യമൊക്കെ അവസാനിപ്പിക്കുക, രണ്ടാൾ രണ്ട് വഴിക്ക് പോവുക. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ബിജു അവർക്ക് കൊടുക്കാനുള്ള, ബിജു വ്യക്തിപരമായിട്ട് ഉപയോഗിച്ച സ്വർണ്ണാഭരണങ്ങൾ അവർക്ക് തിരിച്ചു കൊടുക്കുക. കിടപ്പാടം വിറ്റ് തന്നതാണ്, പാവങ്ങളാണ്. അത് ചെയ്യണം ബിജു. അതിനെ പ്രേരിപ്പിക്കുന്ന തരത്തിൽ പ്രവാസ ലോകം പ്രവർത്തകർ ഇടപെടണം. രണ്ടുപേരും പിരിയാൻ തീരുമാനിച്ച് നന്നായി എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം യോജിക്കാൻ പറ്റാത്ത അത്ര അകന്നു പോയ രണ്ട് ജീവിതങ്ങളാണ് ബിജുവിൻ്റെയും ഈ കുട്ടിയുടെയും. അപ്പോൾ അടിയന്തരമായിട്ട് പ്രവർത്തകർ ബിജുവിനെ കണ്ട് കാര്യങ്ങൾ ബോധിപ്പിച്ച് ഡൈവോഴ്സ് ലീഗലൈസ് ചെയ്ത് രണ്ട് കൂട്ടർ പ്രത്യക്ഷപ്പെട്ട് ഒഴിവാക്കി പോവുക. നിങ്ങൾ വേറെ വിവാഹം കഴിക്കുകയോ വേറെ ജീവിതം നയിക്കുകയോ ഒക്കെ ചെയ്യുക. അവരവരുടെ ജീവിതം നയിക്കട്ടെ, സമാധാനമായി. എന്തിനാ വഴക്കും ഇതൊക്കെ ഉണ്ടാക്കുക? അപ്പോൾ നിങ്ങൾ സമാധാനമായിട്ട് പോവുക. ഞാൻ ബിജുവിനോട് പറഞ്ഞ കാര്യങ്ങൾ ബിജു ചെയ്യും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. നമ്മളെ പ്രവർത്തകർ അതിൽ ഇടപെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ പോവാം. നെന്മാറ അടിതരണ്ട സ്വദേശിയായ അബ്ദുൽ അലി 20 വർഷത്തിലേറെയായി മാനസിക രോഗത്തിന് അടിമയാണ്. കഴിഞ്ഞ മാസം 2-ാം തീയതി വീട്ടിൽ നിന്ന് കാണാതായ അബ്ദുൽ അലിയെക്കുറിച്ച് ഇതുവരെയും ഒരു വാർത്തയും വീട്ടുകാരെ തേടി എത്തിയിട്ടില്ല. ആ അന്വേഷണങ്ങളുടെ കഥ പറയാൻ നമ്മോടൊപ്പം ഇവിടെ ചേട്ടനുണ്ട്, അനുജൻ മുഹമ്മദ് റാഫിയുണ്ട്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് ചോദിക്കാം. എത്ര വയസ്സുണ്ട് അബ്ദുൽ അലിക്ക്? 42. കല്യാണം കഴിച്ചിട്ടുണ്ടോ? കല്യാണം കഴിച്ചിട്ടില്ല. വീട്ടിലിരിപ്പാണ്. 16 വയസ്സ് മുതൽ രോഗിയാണ്. 19 വയസ്സ് വരെ ജോലി എടുത്തിട്ടുണ്ട്. എംബ്രോയിഡറി വർക്ക്. ജോലി സ്ഥലത്ത് നിന്ന് എന്തോ കണ്ട് പേടിച്ചിട്ട് അങ്ങനെ വീട്ടിൽ വന്നതാണ്. അവിടെ നിന്ന് അങ്ങനെ അസുഖം കുറേശ്ശെ മൂർച്ഛിച്ചു. 5 വർഷം വരെയൊക്കെ കുറേശ്ശെ ജോലിക്ക് പോയി 1-2 ആഴ്ച ചെയ്ത് വന്നുകൊണ്ടിരുന്നതാണ്. അതിനുശേഷം പരിപൂർണമായിട്ട് മരുന്നില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥയിലായി. അങ്ങനെ ഈ കഴിഞ്ഞ മാസം 2-ാം തീയതി സമയത്ത് വീട്ടിൽ നിന്ന് കടയ്ക്ക് പോകുമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. പിന്നെ തിരിച്ചു വന്നിട്ടില്ല. ഒറ്റയ്ക്കുള്ളൂ? ഒറ്റയ്ക്കാ പോയി. അല്ല, വീട്ടിലെല്ലാവരും കൂടി. ആളെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നാടോട്ട് പോകുന്നൊരു പ്രകൃതമുണ്ട്. ഈ മാനസികമായിട്ട് അസ്വസ്ഥം തുടങ്ങിയതിന് ശേഷം ചിലപ്പോൾ ഓട്ടോ കെയറിലൊക്കെ പോകും. പിന്നെ ചിലപ്പോൾ ഒരു 4 ദിവസം 3 ദിവസത്തിനൊക്കെ വരും. ഒരിക്കൽ ബോംബെ പോയിട്ടുണ്ട്. അപ്പോൾ ഒരു 23 ദിവസത്തിന് ശേഷം വന്നേ. എന്ത് തരത്തിലുള്ള അസുഖം കാണുന്നത്? മാനസികമായിട്ടുള്ള വിഭ്രാന്തിയാണ്. അതായത് മിണ്ടാതിരിക്കുകയാണോ അതോ സംസാരിക്കുകയാണോ? അല്ല, ആള് നോർമലി നമ്മൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജനറൽ ആയിട്ടുള്ള എല്ലാ കാര്യം ആക്റ്റീവാണ്. എല്ലാ കാര്യം ചോദിച്ചാൽ അതിന് മറുപടി പറയും. അങ്ങനെ ഒരു യാത്ര താല്പര്യമാണ്. തീവണ്ടി യാത്ര ആണ് കൂടുതൽ ചെയ്യുക. പിന്നെ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ അപ് ടു ഡേറ്റ് ഓരോ ദിവസത്തെ കാര്യങ്ങളൊന്നും ഇങ്ങനെ ഇന്ന പോലെ ചെയ്യണം, അല്ലെ ജോലി ചെയ്യണം, അങ്ങനത്തെ ഒരു അവസ്ഥയിലല്ലായിരുന്നു. എഴുതാനും വായിക്കാനും അറിയാം. 10ാം ക്ലാസ് വരെ പഠിച്ച ആളാണ്. ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഇല്ല. ആള് ജോലിയുള്ള ആൾ എംബ്രോയിഡറി ചെയ്തിരുന്നാണ്, നല്ല വർക്ക് ചെയ്തിരുന്നാണ്. പെട്ടെന്ന് ഇങ്ങനെ അസുഖം ആയതിനു ശേഷം പറയോ ഇല്ല, കറവറ പറഞ്ഞുകൊണ്ടിരിക്കും. പറയാം. എന്താ പറയാ? ജോലിക്ക് പോകും. എനിക്ക് ജോലിക്ക് പോകണം, എന്നെ വീട്ടില് മരുന്നിനെ അടിമയാക്കിയിട്ട് എന്നെ ഇട്ടിരിക്കുകയാണ് എന്നൊക്കെ പറയാം. അമ്മയല്ലേ? ഉമ്മയുണ്ട്. ഉമ്മയായിട്ട് എങ്ങനെ? ഉമ്മയായിട്ട് നല്ല സ്നേഹത്തിലാണ്. എല്ലാവരുമായിട്ടും നല്ല സ്നേഹത്തിലാണ്. ഞങ്ങളും അവനെ കൊണ്ട് മറ്റുള്ള രീതിയിലൊന്നും നിൽക്കാറുമില്ല. കലഹം ഉണ്ടാക്കാറില്ല വീട്ടില്? കലഹം, അത് മരുന്ന് കഴിക്കാതിരുന്ന ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചിലപ്പോൾ വയലൻ്റ് ആവും. അപ്പോൾ ഞങ്ങൾ 3-4 പേരൊക്കെ പിടിച്ച് മരുന്ന് പൊടിപ്പിക്കും. പക്ഷെ ഒരു നേരം മരുന്ന് കഴിക്കുന്നത് ഇഷ്ടമല്ല. മരുന്ന് കഴിക്കുന്നത് തീരെ ഇഷ്ടമല്ല. അന്വേഷിച്ചു. ഞങ്ങൾ സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തു. ഇയാളൊരു യാത്രാപ്രിയനാണെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ തപ്പി പിടിച്ച് പോരും വീട്ടിലേക്ക്. തനിയെ വരാറുണ്ടായിരുന്നു. ഒരു മാസമല്ലായിട്ടുള്ളൂ. 43 ദിവസമായി. അത്രയല്ലോ, 1.5 മാസമല്ലായിട്ടുള്ളൂ. യാത്ര, അതും ട്രെയിൻ യാത്ര കൂടുതൽ ഇഷ്ടമാണ്.
അത് കയറി പോകാനും അറിയണ ആളാണ്. റെയിൽവേനെ സംബന്ധിച്ച് ഏകദേശം നല്ല അറിവുള്ള ആളാണ്. ട്രെയിൻ ടേബിളിന്റെ ബുക്കേ വെച്ചിട്ടുണ്ട് ആള്. അങ്ങനെയുള്ള നോളജ് ഒക്കെ ഉണ്ട്. വണ്ടികൾ പോണ വഴികളും മറ്റൊക്കെ അറിയാം. അത് കൈ കൊണ്ടുപോയിട്ടുണ്ട്. ഇല്ല പോകുമ്പോൾ ഒന്നും എടുത്തിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ ജോലിക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് ഡ്രസ്സ് മരുന്നുകളൊക്കെ സ്വയം എടുത്ത് എല്ലാം അങ്ങനെ പോകുന്നതാണ്. പക്ഷെ ഇപ്പോൾ പോകുമ്പോൾ ഒന്നും എടുത്ത് ഇട്ട ഡ്രസ്സോടെ കടയ്ക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി. രാഷ്ട്രീയപരമായിട്ടും ഉണ്ട്, ഇന്ന ആളാണെന്നൊക്കെ സാറിനെ അടക്കം അറിയാറുണ്ട്. എന്നെ അറിയാം. എന്നെ പറ്റി എന്താ പറയല്? PT കുഞ്ഞുമുഹമ്മദ് ഗുരുവായൂരിലെ MLA ആണ്. അങ്ങനെയൊക്കെ പൊതുധാരണ ഒരുപാടുണ്ട്. എന്താ ചെയ്യാ നമ്മളിതിങ്ങനെ സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്തു. പിന്നെ പൊതുവില് അതിന് ഞങ്ങൾ ആ പരിസരത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം ഇങ്ങനെ അലി വന്നിട്ടുണ്ടെന്ന്. പിന്നെ പെങ്ങന്മാരോടെ അല്ലെങ്കിൽ ബന്ധുക്കളിലൂടെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവർ തന്നെ വിളിച്ച് പറയും, അല്ലെങ്കിൽ ആളെ തന്നെ അവിടെ നിന്ന് വിളിച്ച് പറയാറുണ്ട് ഞാൻ ഇന്നോട് എത്തിയിട്ടുണ്ടെന്നൊക്കെ. അങ്ങനെ അവർ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ വരും. ഇപ്രാവശ്യം പോയിട്ട് ഇപ്പോഴത്തെ പോക്കില് ആള് ഫിസിക്കലി അത്ര ബെറ്റർ അല്ല. അപ്പോ വരുമ്പോ മരുന്ന് കഴിക്കാതിരുന്നാല് ആളിന്റെ പ്രകൃതം മാറും. ചിലപ്പോ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ താടിയൊക്കെ വെച്ച്. നമുക്ക് അന്വേഷിക്കാം. പുള്ളി ഇങ്ങനത്തെ ഒരു പ്രത്യേക ട്രെൻഡുള്ള ഒരാളല്ലേ. അതുകൊണ്ട് ഒരു ഭയപ്പെടേണ്ടതില്ല യാത്ര. പക്ഷെ ഈ മരുന്ന് കഴിക്കാതിരുന്നാൽ അസുഖം വരുന്ന ഒരു അവസ്ഥ ഉള്ളതാണ് നമ്മൾ. അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടായിരുന്നില്ല പുള്ളി വരുമായിരുന്നു. എന്താ പേര് പറഞ്ഞു പുള്ളിനെ? അബ്ദുള്ള അലി. നമുക്കൊന്ന് നോക്കാം. മിക്കവാറും ഇങ്ങനെ ഒരു പിന്നെ ഔട്ട് ഓഫ് കേരള എന്ന് പറഞ്ഞ ഉത്തരേന്ത്യൻ സ്റ്റേറ്റിലേക്കാണ് ആള് പോവാ. അവിടെയാണ് പിന്നെ അവിടെ ഈ ദർഗകളിലൊക്കെ പോണ ആളാ? അങ്ങനല്ല, ഈ ടൗൺ ഇങ്ങനെ കാണാം, പട്ടണങ്ങൾ കാണാം. കുറച്ചായിട്ട് എവിടെയും പോകാറില്ല. ഒരു 4-5 വർഷമായിട്ട് എവിടെയും പോകാറില്ല. പിന്നെ മത അനുഷ്ഠാനങ്ങളിലാണ് നിസ്കാരം. അതിങ്ങനെ മരുന്ന് കഴിക്കാണ്ടാവുന്ന സമയത്ത് കുറച്ചുകൂടെ ആക്റ്റീവ് ആണ് ആ കാര്യത്തില്. ചെയ്യും. മരുന്ന് ശരിക്ക് കഴിക്കാതിരുന്നാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ നിസ്കരിക്കലൊക്കെ കൂടും. അതെ. നോർമലി അങ്ങനെ അത്ര വലിയ എന്നാലും ആണ് ഈ മരുന്നില്ലാത്ത ദർഗകളിലൊക്കെ പോണ സ്വഭാവം ഉണ്ടായില്ല. ദർഗകളിലെ ഇവിടെ ഭീമാപ്പള്ളി അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോയിട്ടുണ്ട്. ഇവിടെ ജോലി എംബ്രോയിഡറി വർക്ക് ആ സമയത്തൊക്കെ. അബ്ദുള്ള അലി പ്രവാസലോകം പ്രേക്ഷകരോടുള്ള അഭ്യർത്ഥനയാണ്. എവിടെയെന്ന് വെച്ചല്ല, ഒരു ദിവസം പാലക്കാട് നിന്ന് അസുഖമുള്ള ആളാണ് അപ്രത്യക്ഷമാവുക ചെയ്തത്. നിരവധി സ്ഥലങ്ങളിൽ പോകുന്ന ഒരാളാണ്. ഇടയ്ക്ക് ഇപ്രാവശ്യത്തെ പോകലിനുള്ളൊരു ബുദ്ധിമുട്ട് മരുന്നെടുത്തല്ല പുള്ളി കഴിക്കുന്ന മരുന്നുണ്ട് അസുഖത്തിന്, അതെടുത്തിട്ടില്ല. വേറെ വസ്ത്രങ്ങൾ എടുത്തിട്ടില്ല, ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ നിശ്ചയിച്ചു ഉറപ്പിച്ചൊരു പോക്കാണ് അത്. അല്ല വെറുതെ പോയുള്ളതല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ അബ്ദുൽ വരും. അബ്ദുൽ വരാതിരിക്കില്ല. അബ്ദുൽ എനിക്കൊരു ആശങ്കയുള്ളത് മരുന്ന് കഴിക്കാത്തതുകൊണ്ട് ഉണ്ടാകുന്ന പ്രാകൃതമായൊരു വേഷത്തിലേക്കൊക്കെ പോവോ എന്നുള്ളതാണ്. തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ വരാതെ എവിടെ പോകാനാ അബ്ദുൽ അലിയെ കാണുന്നവരുണ്ടെങ്കിൽ അബ്ദുൽ അലിയോട് തന്നെ എനിക്ക് പറയാറില്ല. ആരെങ്കിലും TV പറയും, ഇന്നൊക്കെ അറിയുന്ന ഒരാളാണല്ലോ അബ്ദുൽ അലി. അപ്പോൾ ഉറപ്പായിട്ടും TV ഒക്കെ കാണുന്ന ഒരു സ്വഭാവം ഉണ്ടാവും. അങ്ങനെ ആവുമല്ലോ നമ്മളൊക്കെ കണ്ട് പരിചയപ്പെട്ടുണ്ടാവുക. അപ്പം അബ്ദുൽ അലിയോട് പറയാനുള്ളത്, വരണം അബ്ദുൽ അലി. എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ സഹായം തേടിയിട്ട് നാട്ടിലേക്ക് വരണം. പൈസ ഉണ്ട് കയ്യിൽ, പോകുമ്പോൾ ഇല്ല. 150 രൂപ കൊണ്ടൊന്നും ആവില്ല. അബ്ദുൽ അലി ഞങ്ങളെ വ്യസനിപ്പിക്കുന്നത് മരുന്നില്ല എന്നുള്ള ഒറ്റ വ്യസനമുള്ളൂ. യാത്ര നിശ്ചയുള്ള ആളാണ്, പൈസ ഇല്ലേ കയ്യിൽ. ഈ 2 കാര്യങ്ങളാണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. പൈസ ഉണ്ടാക്കാൻ ചെറിയ ജോലിയൊക്കെ അറിയുന്ന ആളാണ്, ജോലി ചെയ്തേക്കാം. പക്ഷെ കഴിയുന്ന വേഗം നെന്മാറയ്ക്ക് തിരിച്ചു വരലല്ലേ നല്ലത്. അബ്ദുൽ അലിയെ കാണുന്നവരുണ്ടെങ്കിൽ എവിടെയെങ്കിലും വെച്ച് കാണുകയോ പരിചയപ്പെടുകയോ ചെയ്ത് അങ്ങനെ ഒരാളെ ഞങ്ങൾ ഫോട്ടോ കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ, കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളെ അറിയിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അബ്ദുൽ അലിക്ക് ഞങ്ങളുടെ സഹായം തരണമെങ്കിൽ എൻ്റെ നമ്പർ, എൻ്റെ അല്ലെങ്കിൽ റഫീഖിൻ്റെ നമ്പർ ഇതിലുണ്ടാവും. വിളിച്ചാൽ നിങ്ങൾക്ക് ഞങ്ങൾ സഹായമായിട്ട് എത്തും. കൂടുതലൊരു സംശയം ബോംബെയിലുണ്ടെങ്കിൽ, ബോംബെ മലയാളികൾ കാണുന്നവരാണ്, നല്ല നിലയിൽ പ്രവാസലോകം കാണുന്നവരാണ്. അപ്പോൾ ഏതെങ്കിലും ബോംബെയിൽ ഏത് പ്രദേശത്തുണ്ടാവാനോ വഴി 15 വർഷം പോയിട്ടുണ്ടാവും. എവിടെയാണത്? ഗാഡ് കൂപ്പറിൽ അദ്ദേഹം മുമ്പ് പോയിട്ടുള്ള ഒരു ആളാണ്. അദ്ദേഹം അതോടെ ഉണ്ടാവാൻ
സാധ്യത ഇല്ലായികയില്ല. അദ്ദേഹത്തിൻ്റെ ഒരു ആകർഷണ കേന്ദ്രം ഉത്തരേന്ത്യയാണ്. ഉത്തരേന്ത്യൻ നഗരങ്ങളാണ്, പ്രത്യേകിച്ച് ബോംബെ പോലുള്ള അല്ലെങ്കിൽ മറ്റുള്ള നഗരങ്ങളെയാണ് അദ്ദേഹം പോകാറ്. ഭക്തി കേന്ദ്രങ്ങൾ അന്വേഷിച്ച് പോകുന്ന ഒരാളാണെന്ന് തോന്നിയില്ല. പക്ഷേ അങ്ങനെയും പോയിക്കൂടായികയൊന്നുമില്ല. എന്തായാലും പ്രവാസലോകം പ്രവർത്തകരോ പ്രേക്ഷകരോ അദ്ദേഹത്തെ കണ്ടെത്തുകയാണെങ്കിൽ അടിയന്തരമായിട്ട് ഞങ്ങളെയോ ആ കുടുംബത്തെയോ അറിയിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സ്നേഹനിധിയായ അമ്മയും ഇപ്പല്ല, ഉമ്മ കാത്തിരിക്കുന്നുണ്ട് മകനെ. സഹോദരങ്ങൾ തേടി വന്നതുകൊണ്ട് തന്നെ സാധാരണ ഇത്തരത്തിലുള്ള ആളുകൾ പോയാൽ അന്വേഷിക്കാറില്ല. അപ്പോൾ ഈ സഹോദരങ്ങൾ തേടി വന്നത് തന്നെ മനുഷ്യത്വത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അവർ പുലർത്തുന്ന മാനവികതയൊക്കെ വലിയ ഒരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. തീർച്ചയായിട്ടും അബ്ദുൽ അലി തിരിച്ചു വരണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. എല്ലാ പ്രേക്ഷകരോടും അബ്ദുൽ അലിയെ കണ്ടെത്താൻ സഹകരിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ കുടുംബത്തെ അയക്കും. സ്വപ്നലോകത്ത് നടക്കുന്ന അലിക്ക് ഒരുപക്ഷെ വീടിനെക്കുറിച്ചുള്ള ഓർമ്മകൾ നഷ്ടപ്പെട്ടു കാണാം. എന്നാൽ പ്രവാസലോകം കണ്ട പ്രേക്ഷകന് അലിയെ പിടികിട്ട് കാണുമല്ലോ. ആരെങ്കിലും എവിടെയെങ്കിലും വെച്ച് അലിയെ കണ്ടെത്തിയാൽ അദ്ദേഹത്തെ തിരിച്ച് നാട്ടിലേക്ക് കയറ്റി അയക്കാൻ സന്മനസ് കാട്ടണേ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ പ്രവാസലോകം ഇവിടെ പൂർണ്ണമാവുന്നു.